വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു വാട്ടർഫോളിൽ പോവുകയാണ്. ഇവിടെ അടുത്ത് ചൂരൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഈ വാട്ടർഫോളിൽ പോയി കുളിക്കുന്നതൊക്കെ. അതുകൊണ്ടൊരു ചെറിയ പേടിയുണ്ട്, ഇതെങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അയാനും കൂടെ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഒരു ടെൻഷനുണ്ട്. അയാന് വെള്ളം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കുളത്തിൽ അവിടെയൊക്കെ ഇല്ലെങ്കിൽ സ്വിമ്മിങ് പൂളിലെല്ലാം കുളിക്കാനൊക്കെ കൊണ്ടുപോയാൽ പിന്നെ തിരിച്ച് കയറാൻ കുറച്ച് പണിയാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ ഇവിടുന്ന് ഒരു 2:30 അങ്ങനെയാണ് ഇറങ്ങിയത്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരുടെ വീടുണ്ട് അവിടെ. അങ്ങനെ പിന്നെ ഈ പശു അങ്ങനത്തെ കുറേ മൃഗങ്ങളുണ്ട്, പശു, മുയൽ, കുതിര. അങ്ങനെ ഇതിൻ്റെ പ്രോപ്പർട്ടി എങ്ങനെയാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതുവഴി ഇങ്ങനെ നടന്ന് പോയിട്ട് ആണ് നമ്മൾ വാട്ടർഫോളിൽ എത്തുക. മഴയും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പോകുന്ന വഴിയൊന്നും വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മഴയൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുമ്പം നന്നായിട്ട് വഴുതൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നു. ഇവിടെ ഫുള്ള് പശുക്കളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഫുള്ള് ഒരുപാട് പശുക്കളുണ്ട്. കോഴി, ഗൂസ്, റാബിറ്റ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. പോകുന്ന വഴിക്ക് ചെറിയ ഒരു നമുക്കിപ്പം അവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു ചായയൊക്കെ കുടിക്കേണ്ട ഒരു സെറ്റപ്പ് ഉണ്ട്. നമ്മൾ പക്ഷേ ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിട്ടില്ല. ഇതുവഴി ഇങ്ങനെ പോകുമ്പോഴാണ് അവിടെ ആ ദൂരെ കാണുന്നതാണ് വാട്ടർഫോൾ. അത് നമുക്ക് മേലെ കാറ് പാർക്ക് ചെയ്ത് വെക്കുന്നിടത്തിലും ആ ഒരു വാട്ടർഫോളിൻ്റെ ചെറിയൊരു ഭാഗം കാണാൻ പറ്റും. ആ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. എനിക്ക് നീന്തലൊന്നും അറിയില്ല, അതുകൊണ്ട് എനിക്ക് വെള്ളം പേടിയുണ്ട്. എന്നാലും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് കിട്ടണം എന്നില്ലല്ലോ, അതുകൊണ്ട് ധൈര്യം കൽപ്പിച്ചങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ അയാൻ ആദ്യമായിട്ടും കൊണ്ടുപോയി. അപ്പോൾ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുന്നിടത്തിൽ കുറച്ചൊരു ഒഴുക്കുള്ള പോലെയാണ്. അപ്പോൾ അവിടെയുള്ള കുട്ടികൾ നമ്മളെ ഹെൽപ്പ് ചെയ്തു. അയാനെ പിടിച്ചിട്ട് അപ്പുറത്ത് കൊണ്ടുപോകാനൊക്കെ ഹെൽപ്പ് ചെയ്തു. അപ്പം ഞാനിവിടെ നിന്നിട്ട് ആദ്യം നോക്കുമായിരുന്നു ചെയ്തത്, ഇറങ്ങണോ വേണ്ടയോ എന്നൊക്കെ. അപ്പം അയാൻ അവിടെ പോയിട്ട് പിന്നെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തിരിച്ചു വരാൻ സമയത്ത് കരച്ചിലൊക്കെ ആയിരുന്നു. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ലെന്ന് തോന്നുന്നു, ലാസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ കിടന്ന് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ കളിക്കുന്ന കണ്ടപ്പോൾ എനിക്കും ഇങ്ങനെ പോകണം എന്നൊക്കെ തോന്നി. അപ്പം ഞാൻ ഏട്ടനെ വിളിച്ചു, എന്നെ ഒന്ന് അപ്പുറത്ത് കൊണ്ടുപോകുമെന്ന്. അപ്പോൾ ഈ ക്രോസ് ചെയ്യുന്ന അവിടെ നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്കിങ്ങനെ എന്തൊക്കെയോ തലയാവുന്നുണ്ട്. ഞാൻ പിന്നെ ഏട്ടൻ്റെ ഹെൽപ്പോടെ അപ്പുറത്ത് ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ ഈ ഫോണും പിടിച്ചിട്ട് നമ്മൾ ഈ വെള്ളം ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പം ചിലപ്പോൾ നമുക്ക് കാലൊക്കെ സ്ലിപ്പായി പോവും. അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മളെങ്ങനെയൊക്കെയാണ് ഫോൺ എടുത്തിട്ട് അപ്പുറത്ത് പോയത്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഫോൺ തിരിച്ചും കൊണ്ടുവെക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവർ രണ്ടുപേരുണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടൊന്നുമില്ല, ഇവർ രണ്ടുപേരും. അപ്പം ഇവരും ചില സമയത്ത് സ്ലിപ്പായി പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ ഇവരിങ്ങനെ കയറിയിരിക്കുകയൊക്കെ ചെയ്ത് എനിക്ക് അത്ര ഇരിക്കാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഇവരെല്ലാം ഇരുന്ന് എൻജോയ് ചെയ്യുന്ന കണ്ടപ്പോൾ അയാൻ പോലും അവിടെ പോയി ഇരുന്ന കണ്ടപ്പോൾ എനിക്കും പോയി ഇരിക്കണം എന്നൊക്കെ തോന്നി. പിന്നെ അയാൻ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, പൊതുവേ ആൾക്കാർ കുറവായിരുന്നു. അത്ര ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ലേ. ഇപ്പോൾ ഈ വീഡിയോസിൽ കാണുന്നവരെല്ലാം കുറച്ച് നമ്മൾ അവിടെ എത്തി ഒരു 10 minutes ഒക്കെ കഴിഞ്ഞപ്പോൾ അവർ പോയി. പിന്നെ കുറേ നേരം അവിടെ നിന്ന് ആ വെള്ളത്തിന് ഭയങ്കര പ്രഷറായിരിക്കുമല്ലോ മേലേന്ന് വന്ന് വീഴുമ്പോൾ. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അയാൻ ഇങ്ങോട്ടേക്കൊക്കെ വന്നു. അവനിങ്ങനെ നീന്തണം എന്നാണ് പറയുന്നത്. അവന് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ കുളത്ത് കൊണ്ടുപോയിട്ട് നീന്താൻ പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് നീന്താൻ ഒരു ടെൻഡൻസി ഉണ്ട്. അയാനാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് കളിച്ചിട്ട് മതിയാവുന്നേയില്ല. നമ്മൾ കുറേ വിളിച്ചു, വരുന്നേയില്ല, കരയൊക്കെ ചെയ്യുന്നു.
അപ്പം പിന്നെ പാവം തോന്നിയിട്ട് ഓക്കെ കുറച്ച് നേരം കൂടെ കളിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം നമ്മളവിടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 1 ഹവറിന് മേലെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. ഇനിയൊരു വാട്ടർഫാളിൽ കൂടെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അയാനൊന്ന് വെള്ളത്തിൽ നിന്ന് കയറി വന്നത്. പിന്നെ ഇവിടെ അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. ഇവർ ഏട്ടനും അയാനൊക്കെ അവിടെ നിന്ന് തന്നെ മാറ്റി. ഞാൻ വരുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പിൽ കയറിയിട്ടാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തത്. അല്ലാതെ നമുക്ക് ലേഡീസിന് അങ്ങനെ ഡ്രസ്സ് മാറ്റേണ്ട സ്ഥലമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഉണ്ടോയെന്നും അറിയില്ല. നമുക്കും അവിടെ നിന്ന് വരണം എന്നൊന്നുമില്ല. പക്ഷേങ്കിൽ നമുക്ക് അങ്ങനെ മനസ്സറിഞ്ഞ് ഫുള്ളങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അയാനുള്ളത് കൊണ്ട് എപ്പോഴും അവൻ്റെ മേലെ ഒരു ശ്രദ്ധ വേണമല്ലോ. അതുകൊണ്ട് അയാൾ മാത്രം ഇവിടുന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ബാക്കി രണ്ടുപേരും മേലെ കാറ് പാർക്ക് ചെയ്ത് അവിടെ നിന്നാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തത്. അത് അത്രയേ വഴിയുള്ളൂ. ആ ചെറിയൊരു പാസേജിലൂടെയാണ് നമ്മൾ നടന്ന് വരുന്നത്. അപ്പം നല്ല മഴയൊക്കെ ആകുമ്പം നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം ഇതിലൂടെ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കുളിച്ച് വരുന്നവർക്ക് ചായയൊക്കെ കുടിക്കാം. നമ്മളൊന്നും കഴിച്ചില്ല. നമ്മൾ നേരെ ഡ്രസ്സൊക്കെ മാറ്റാൻ മേലേക്ക് പോയി. ആ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെയാണ്, ഫുള്ളും മൃഗങ്ങളാണ്. ആടും അങ്ങനെ ഒരുപാടുണ്ട്. അത് കണ്ടപ്പോൾ അയാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ആടിനെ വാങ്ങി തരുമോ. പിന്നെ എന്ത് പറഞ്ഞാലും പറയാം ആമസോണിൽ ഓർഡർ ചെയ്യാനാണ് പറയുക. അപ്പോൾ കുറച്ച് ആടിനെ നീ ആമസോണിലൊന്ന് ഓർഡർ ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ ഓർഡർ ചെയ്യാമെന്ന്. അപ്പോൾ ഇതിനൊന്ന് ഇപ്പം തിരിച്ചു വരുമ്പം കണ്ടപ്പോൾ അയാൾ വലിയൊരു മൈൻഡില്ല. കാരണം ഇവിടുന്ന് പോകുന്നതിൻ്റെ ആ ഒരു വിഷമത്തിൽ വലിയ മൈൻഡൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കാണ് ഞാൻ ആ കുതിരേനൊക്കെ കണ്ടത്. താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് കുതിരേനെ കണ്ടിട്ടുണ്ടായിട്ടില്ല. അവിടെ ഒരു കുതിരയൊക്കെ ഉണ്ടായിരുന്നു. ആടിനെയാ? ഓക്കെ, നമുക്ക് ഓർഡർ ചെയ്യാം. ആര് കള്ളം പറഞ്ഞു? ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നൊരു വാട്ടർഫോളും കൂടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടാണല്ലോ ഇത് വെള്ളത്തിൽ നിന്ന് കയറിയത്. അതാ പറയുന്നത്, കള്ളം പറഞ്ഞതല്ലേ. പിന്നെ നമ്മൾ ടൗണിലെത്തിയപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചു, പഴംപൊരിയും അങ്ങനെയൊക്കെ കഴിച്ചു. പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.